ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം. 20 ചോദ്യത്തിന് പകരം ഇനി 30 ചോദ്യങ്ങളാകും ഉണ്ടാകുക. 18 ഉത്തരമെങ്കിലും ശരിയാക്കണം. ചോദ്യങ്ങളുടെ സിലബസ് MVD ലീഡ്സ് മൊബൈൽ ആപ്പിൽ സജ്ജമാക്കി. പുതിയ സമ്പ്രദായം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരും MVD ലീഡ് ടെസ്റ്റ് പാസ്സാവണം. MVD ഉദ്യോഗസ്ഥർക്കും സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നേടണം. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. RB സനൂപ്, കാലത്തിന് അനുയോജ്യമായ ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയുകയില്ലേ? എന്താണ് വാർത്തയുടെ വിശദാംശം? സമഗ്രമായ മാറ്റമാണ് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ വരുത്താൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ 20 ചോദ്യമാണ് ഈ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ 20 എന്നുള്ളത് 30 ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 12 ഉത്തരങ്ങൾ ശരിയായാൽ മതിയായിരുന്നു. അതായത് 60% മാർക്ക് നേടിയാൽ വിജയം ആവുമായിരുന്നു. ഇപ്പൊ ഈ 30 ചോദ്യം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ 18 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം എഴുതിയാൽ മാത്രമേ ഈ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. ചോദ്യങ്ങളുടെ സിലബസ് ഇപ്പോ MVDയുടെ ലീഡ്സ് ആപ്പ് എന്ന മൊബൈൽ ആപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ മോക്ക് ടെസ്റ്റിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 30 ചോദ്യങ്ങളുള്ള ടെസ്റ്റ് അത് ഒക്ടോബർ 1 മുതൽ ഈ പറയുന്ന സമ്പ്രദായം നിലവിൽ കൊണ്ടുവരാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിലെ വിവിധ ഘട്ടങ്ങളിൽ പാസ്സാകുമ്പോൾ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണ്. റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് MVDയുടെ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടി വരില്ല. ഇത് പാസ്സാവാത്തവർക്ക് പക്ഷേ 30 ദിവസം കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർക്കും MVDയുടെ ലീഡ് ടെസ്റ്റ് ഇനി പാസ്സാകേണ്ടി വരും. എന്നാൽ മാത്രമേ അവർക്ക് ഈ കുട്ടികളെയൊക്കെ തന്നെ പരിശീലിപ്പിക്കാനും അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഈ പരിശീലനത്തിലുള്ള സർട്ടിഫിക്കറ്റ് നേടാനും കഴിയുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ MVD ഉദ്യോഗസ്ഥർക്കും ഈ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നേടണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. സർവീസ് ആനുകൂല്യം ലഭ്യമാക്കാൻ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ശരി, RB സനൂപാണ്.